നമസ്കാരം. കേരളം അഴിമതിയിൽ കൂപ്പുകുത്തുകയാണെന്ന് തെളിയിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഓഡിറ്റ് റിപ്പോർട്ട് ഇത് കൂടുതൽ ശക്തമാക്കുകയാണ്. ചട്ടങ്ങൾ പാലിക്കാതെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ഈ തട്ടിപ്പ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മുഖംമൂടി വലിച്ചു കീറുന്ന ഒന്നാണ്. ജനങ്ങളുടെ നികുതിപ്പണം സ്വന്തക്കാർക്കും പാർട്ടി അനുഭാവികൾക്കും വേണ്ടി ദുരുപയോഗം ചെയ്തതിന്റെ പുതിയ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. SC/ST വിഭാഗത്തിലെ സ്ത്രീകൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ നൽകുന്ന സബ്സിഡി ഫണ്ടിലാണ് കോർപ്പറേഷൻ വ്യാപകമായ ക്രമക്കേട് നടത്തിയിരിക്കുന്നത്. ലാപ്ടോപ്പ് വിതരണത്തിന് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ടെൻഡർ വിളിക്കാതെയും സുതാര്യതയില്ലാതെയും നടത്തിയ ഈ ഇടപാടുകൾ മുൻകൂട്ടി തയ്യാറാക്കിയ അഴിമതിയുടെ ഭാഗമാണെന്ന് വ്യക്തം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് 244 ഡെസ്ക്ടോപ്പുകളും 193 UPS വാങ്ങി നൽകിയത് വഴി കോർപ്പറേഷന് 20,12,827 രൂപ നഷ്ടം സംഭവിച്ചെന്നായിരുന്നു ഓഡിറ്റിലെ കണ്ടെത്തൽ. ഇതിനു പുറമെ 14 സ്കൂളുകളിൽ ഡിജിറ്റൽ ലൈബ്രറി തയ്യാറാക്കുന്നതിന് 1 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചതും നിയമങ്ങൾ പാലിച്ചല്ലെന്ന് ഓഡിറ്റ് കണ്ടെത്തിയിരുന്നു. 6 വീതം ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ, മേശകൾ, കസേരകൾ, ഒരു UPS, 2 ബാറ്ററികൾ, സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടുന്ന യൂണിറ്റാണ് ഒരു സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും IT ഉപകരണങ്ങൾ വാങ്ങുന്നത് മാർഗനിർദ്ദേശങ്ങളും വിലയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും കോർപ്പറേഷൻ പാലിച്ചിട്ടില്ല. ഡിജിറ്റൽ ലൈബ്രറിക്ക് നൽകിയ ഡിജിറ്റൽ കണ്ടന്റിന് SCRTയുടെയും കൈറ്റിന്റെയും അംഗീകാരം ലഭിച്ചിട്ടില്ല. പദ്ധതി പ്രകാരം വാങ്ങിയ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് രജിസ്റ്ററും ഹാജരാക്കിയിട്ടില്ല. തട്ടിപ്പിൽ കോർപ്പറേഷൻ ജീവനക്കാർ ഉൾപ്പെടെ 14 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് ജാമ്യം ലഭിച്ചത് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ചാണ്. ഇത് കേസിന്റെ ഗൗരവം കുറയ്ക്കുന്നതും പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരം നൽകുന്നതും കാരണമായി. അതേസമയം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം നടന്ന അഴിമതികളുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫണ്ട് തട്ടിപ്പ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് അഴിമതികൾ പതിവാക്കിയ ഒരു ഭരണത്തിന്റെ തുടർച്ച മാത്രമാണ്. നേരത്തെ റോഡ് സുരക്ഷാ ക്യാമറകൾ സ്ഥാപിച്ചതിലെ കരാറുകളിൽ വൻ അഴിമതി നടന്നതായി പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. കരാർ നൽകിയതിലെ സുതാര്യതയില്ലായ്മയും സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇടപാടുകളും ഇന്നും ചോദ്യം ചെയ്യപ്പെടുന്നു. കൂടാതെ ദേശീയപാത നിർമ്മാണത്തിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പാരിസ്ഥിതിക ചട്ടങ്ങൾ ലംഘിച്ചും ഗുണമേന്മയില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ചും കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രധാന ആരോപണം. ജനകീയ ആസൂത്രണ പദ്ധതികളുടെ ജനങ്ങളിലേക്ക് എത്തേണ്ട പണം പാർട്ടി തലത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി പരാതികളുണ്ട്. ഈ അഴിമതികൾ കേരളത്തിലെ ഭരണ സംവിധാനത്തിലെ ജീർണതയാണ് വെളിവാക്കുന്നത്. പൊതുജനങ്ങൾക്ക് നീതിയും സുതാര്യതയും ഉറപ്പാക്കേണ്ട സർക്കാർ സ്വന്തം നേട്ടങ്ങൾക്കായി ജനങ്ങളെ വഞ്ചിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലാപ്ടോപ്പ് തട്ടിപ്പ് ഈ ജനവഞ്ചനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.